അപ്പൊ നമ്മൾ ഇന്ന് ന്യൂക്ലിയർ ഫിസിക്സിന്റെ സെക്കൻഡ് പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് പോർഷൻ ആണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ആൻഡ് ഷെൽ മോഡൽ. അപ്പൊ നിങ്ങളുടെ സിലബസിൽ ഇങ്ങനെയായിട്ടുള്ള രണ്ട് ടേംസ് ഉണ്ടാവില്ല. ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനും അതേപോലെ തന്നെ ന്യൂക്ലിയർ മോഡലിനും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ സെയിം സിലബസിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ സിലബസ് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എക്സ്ട്രാ കൂടെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ന്യൂക്ലിയർ മോഡൽസ് നോക്കാം. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ നോർമലി അറ്റോമിക് സ്ട്രക്ചർ നമുക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി ആറ്റം മോഡൽസ് വന്നിട്ടുണ്ട്. അതിലിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലാണ് നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആക്ച്വലി ആ ഒരു അറ്റോമിക് സ്ട്രക്ചർ നമുക്ക് അത്ര നന്നായിട്ട് അറിയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് തറൗലി കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും തരുന്നത്. അതുപോലെ ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളജ് ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ന്യൂക്ലിയർ സ്ട്രക്ചർ എന്ന് പറയുന്നതും അറ്റോമിക് സ്ട്രക്ചർ പോലെ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബട്ട് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല. വളരെ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണെന്ന് അറിയാം, വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സ് ആണ്, ആൻഡ് സം അതർ പ്രോപ്പർട്ടീസ് ഓൾസോ. ബട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ ന്യൂക്ലിയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കൊരു അത്ര അണ്ടർസ്റ്റുഡ് ആവാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മോഡൽസ് ഉണ്ടാക്കിയിട്ടുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് മോഡൽസ് ആണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ആൻഡ് ഷെൽ മോഡൽ. സോ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ബൈൻഡിങ് എനർജി എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ ഇവരെ ന്യൂക്ലിയോൺസിന് ന്യൂക്ലിയസിൽ എങ്ങനെയാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് എന്താണ്, ഇത് രണ്ടിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ സ്ട്രക്ചർ ഈസി അല്ലെ. സോ കുറച്ചുകൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജിയുടെ കോൺസെപ്റ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ എംപിറിക്കൽ മെത്തേഡ്സ് ട്രൈ ചെയ്യുവാണ്. എംപിറിക്കൽ മെത്തേഡ്സ് മീൻസ് എക്സ്പെരിമെന്റലി വി ആർ എക്സ്പ്ലോറിംഗ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഐഡിയ ഓഫ് ബൈൻഡിങ് എനർജി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏത് മോഡൽ ആണെങ്കിലും നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ടാവും. നമുക്ക് പക്ക നമ്മളിപ്പോ ഇതിനെ ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുവാണല്ലോ. സോ ഇത് പക്ക പെർഫെക്റ്റ് എക്സാക്ട്ലി സെയിം അല്ല, ഇറ്റ് ഇസ് എ മോഡൽ. സോ സം അസംഷൻസ് അല്ലെങ്കിൽ സം അപ്രോക്സിമേഷൻസ് ആർ ദെയർ. അങ്ങനത്തെ അപ്രോക്സിമേഷൻ ആണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിലുള്ള ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് ന്യൂക്ലിയസ് ഇസ് മോഡൽഡ് ഓൺ എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഒരു ബീക്കറിൽ വെള്ളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്റീരിയറിൽ ഒത്തിരി വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ സർഫസിലും വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇന്റീരിയർ മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി ക്യാൻസൽ ആയി പോകും. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന നിയർ ബൈ പാർട്ടിക്കിൾസുമായിട്ടുള്ള ഇന്റർ അറ്റോമിക് ആ ഒരു അട്രാക്ഷൻ എല്ലാം ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആയി പോകുന്നത് കൊണ്ട് ഇന്റീരിയർ മോളിക്യൂളിന് മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ബട്ട് ഫോർ എ പാർട്ടിക്കിൾ ഇൻ ദ സർഫസ് ഓൺലി ദീസ് 3 ഫോഴ്സസ് ആക്ട്സ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഡൗൺ സൈഡിലും ആണ് ഫോഴ്സസ് ഉണ്ടാവുക. അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ നമുക്ക് വാട്ടർ മോളിക്യൂൾസ് ഇല്ല, ബട്ട് എയർ ഇസ് ദെയർ. നമ്മൾ വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഒരു അട്രാക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു കമ്പോണന്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ നമ്മുടെ വാട്ടറിന്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് സർഫസ് ടെൻഷൻ എന്നൊക്കെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിക്കുന്നതാണ്. ആൻഡ് ആ ഒരു സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലിക്വിഡിന് സ്ഫെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യാനാണ്. ലൈക്ക് ബിക്കോസ് മിനിമം സർഫസ് ഏരിയ ഉള്ള ഒരു ഗിവൺ ഡയമെൻഷൻസ് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സ്ക്വയർ അതുപോലെ ഒരുപാട് ഷേപ്സ് കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം സർഫസ് ഏരിയ വരുന്ന പോർഷൻ ആണ് സ്ഫിയർ എന്ന് പറയുന്നത്. സോ മിനിമം സർഫസ് ഏരിയ, മിനിമം എനർജി, വിച്ച് മീൻസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ് സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ന്യൂക്ലിയസിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് സൈഡിൽ ഫിഗർ കാണാം. നമ്മളെ ന്യൂക്ലിയസ് സ്ഫെറിക്കൽ ഷേപ്പിൽ
ഒരു ബോഡിയാണ്. അതിന്റെ ഉള്ളിൽ ഒത്തിരി സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ന്യൂക്ലിയോൺസ് ഉണ്ട്. ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ ബോത്ത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇവിടെയും ഒരു ന്യൂക്ലിയോൺ, ഇന്റീരിയറിലുള്ള ഒരു ന്യൂക്ലിയോണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൈഡിലോട്ടുമുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. ബട്ട് ഫോർ എ ന്യൂക്ലിയോൺ ഇൻ ദി സർഫസ് എക്സാക്ട്ലി എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഇന്ററാക്ഷൻസ് ക്യാൻസൽ ആയി പോകുന്നില്ല. സോ ഇറ്റ് അസ്യൂംസ് എ സ്ഫെറിക്കൽ ഷേപ്പ് ലൈക്ക് ലിക്വിഡ്. So that's the basic thing about a liquid drop model. And some more assumptions are there. Let's check it one by one. Next assumption is nucleon interact only with its neighbors. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ത്രൂ ഔട്ട് ആയിട്ട് പോകുന്നത്. ആ പോയിന്റ്സുകളൊക്കെ ഓർത്തിരിക്കണം. നമുക്ക് മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഞാൻ നിങ്ങളുടെ MCQ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനുകളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ ടേംസ് കിട്ടി, എന്തൊക്കെ അസംഷൻസ് ആണുള്ളത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടായിരിക്കും ഈ തിയറി ഒക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത്, ബട്ട് തിയറി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്, കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ന്യൂക്ലിയോൺ ഇന്ററാക്ട് ഓൺലി വിത്ത് ഇറ്റ്സ് നൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഈ ഒരു പിങ്ക് കളറിലുള്ള ന്യൂക്ലിയോണ് നിങ്ങൾക്ക് കാണാം. ഈ ന്യൂക്ലിയോണ് ഈ ബോണ്ട് വരച്ചിരിക്കുന്ന ഈ ഒരു ആരോ എന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള ഇന്റർ അറ്റോമിക് ബോണ്ട്സ് ആണ്. ഇന്റർ അറ്റോമിക് എന്ന് പറയാൻ പറ്റില്ല, ന്യൂക്ലിയസിനുള്ളിലുള്ള ഈ ന്യൂക്ലിയോൺസിന് തമ്മിലുള്ള ബോണ്ടാണ്, ഓർ അവരുടെ ഇന്ററാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഒരു ന്യൂക്ലിയോൺ അതിന്റെ നിയറസ്റ്റ് നൈബർ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെയുള്ള ഒരു ന്യൂക്ലിയോണിന് ഇവിടെയുള്ള ന്യൂക്ലിയോണുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, so next thing is interaction between any pair of nucleon is identical. Any pair of nucleon എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂട്രോൺ ന്യൂട്രോൺ, അതുപോലെ തന്നെ പ്രോട്ടോൺ പ്രോട്ടോൺ ആൻഡ് ഓൾസോ ന്യൂട്രോൺ പ്രോട്ടോൺ. ഇതാണ് നമ്മൾ ന്യൂക്ലിയോണിനെ പെയറപ്പ് ചെയ്താൽ കിട്ടുന്ന 3 പെയർ. അപ്പൊ ഇവർക്കിടയിലൊക്കെ ഉള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്, വിച്ച് മീൻസ് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്, ചാർജ് ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അസംഷൻ ആണ് ഓൾ ഇന്ററാക്ഷൻസ് ആർ ഐഡന്റിക്കൽ. ആൻഡ് വെരി ഇമ്പോർട്ടന്റ് തിങ് ഇസ് n equal to z equal to a/2, where n is number of neutrons and z is atomic number and a is mass number. N and Z are equal means number of neutrons equal to number of protons, and that is equal to what? a/2. Actually n equal to p യിൽ നിന്നാണ് നമുക്കത് a/2 എന്ന് കിട്ടുന്നത്. ഈ ഒരു അസംഷനിലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് വൺ ബൈ വൺ. ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ലിക്വിഡില് ഓരോ മോളിക്യൂൾസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൈൻഡ്സ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് മാത്രമല്ല, ഒത്തിരി കൈൻഡ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ആണുള്ളത്. അതിൽ നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ ടേംസ് നോക്കാം. ഈ ഓരോരോ ടേംസ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഒത്തിരി തവണ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ എനർജി ടേംസും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് നമ്പറിനെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സോ ഒന്നാമത്തെ, സോ വോളിയം എനർജി, അതായത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂക്ലിയസിൽ 2 ന്യൂക്ലിയോണ് ഒരുമിച്ച് നിൽക്കാനുള്ള റീസൺ ആണ്. അപ്പൊ ആ ഒരുമിച്ച് ഇവരെ നിർത്തുന്നത് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആണ്. അവിടെ വേറെ എന്തൊക്കെ കൈൻഡ്സ് ഓഫ് എനർജീസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ എനർജീസിന്റെ കോമ്പിനേഷൻ ആണ് ഈ ബൈൻഡിങ് എനർജി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വോളിയം എനർജി എന്ന് പറയുന്ന കോമ്പിനേഷൻ എങ്ങനെയാ വരുന്നത്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈച്ച് മോളിക്യൂൾ ഇന്ററാക്ട് ഓൺലി വിത്ത് ഇറ്റ്സ് നൈബേഴ്സ് എന്നുള്ള ഒരു അസംഷൻ നമ്മൾ കണ്ടല്ലോ. ഈ ഒരു അസംഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന എനർജി ആണ് വോളിയം എനർജി എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുവാണ് there are 2 ന്യൂക്ലിയോൺസ്. ഈ 2 ന്യൂക്ലിയോൺസിന് തമ്മിലുള്ള ഇന്ററാക്ഷൻ എനർജി നമ്മൾ
യു എന്ന് ഡിനോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇന്ററാക്ഷൻ എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? U/2. ഇവർ രണ്ടുപേരുടെയും കൂടെയാണ് യു എന്ന് പറയുന്നത്. സോ പെർ ന്യൂക്ലിയോൺ ഇറ്റ് ഇസ് U/2. ആൻഡ് നമ്മൾ നേരത്തെ ഫിഗർ വെച്ചിട്ട് ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഒരു ന്യൂക്ലിയോണിന് 1, 2, 3, 4, 5, 6 നിയറസ്റ്റ് നൈബേഴ്സ് ആണ് ഒരു സൈഡിലുള്ളത്. നമ്മൾ ഒരു ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതർ സൈഡിലും എന്തുണ്ടാവും? 6 ന്യൂക്ലിയോൺസ് ഉണ്ടാവും. സോ ടോട്ടൽ 12 ന്യൂക്ലിയോൺസ് ആയിരിക്കും ഒരു ന്യൂക്ലിയോണുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇന്ററാക്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഈ ഒരു വോളിയം എനർജി അല്ലെങ്കിൽ ഇവരെ ബൈൻഡ് ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 12 നമ്പേഴ്സിന്റെ അതിൽ ഒരാൾക്ക് U/2 ആണെങ്കിൽ ആ ഒരു ന്യൂക്ലിയോണിനെ നമ്മൾ എടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? 6U ആയിരിക്കും എനർജി ഉണ്ടാവുക. ബിക്കോസ് 12 ബോൺഡ്സ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഒരു ബോണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന എനർജിയാണ് നമ്മൾ U/2 എന്ന് വിളിക്കുന്നത്. സോ ടോട്ടൽ 6U എനർജി ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനത്തെ എ ന്യൂക്ലിയോൺസ്, എ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? നമ്പർ ഓഫ് ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ. അതിനെ നമ്മൾ എന്ത് പറയുന്നേ? എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോട്ടൽ ന്യൂക്ലിയോൺസിനെയാണ് നമ്മൾ എ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫോർ എ സിംഗിൾ ന്യൂക്ലിയോൺ എനർജി, വോളിയം എനർജി ഇസ് വാട്ട്? 6U. ആൻഡ് ഫോർ എ ന്യൂക്ലിയോൺസ് ആർ പ്രസന്റ് there. സോ വോളിയം എനർജി നമുക്കതിനെ EV എന്ന് ഡിനോട്ട് ചെയ്യാം. സോ വോളിയം എനർജി ഇസ് ഈക്വൽ ടു 6U into A. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നാണെങ്കിൽ ചോദിക്കണേ. അപ്പോ ഈ ഒരു വോളിയം എനർജി എന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറിന്റെ ഇന്റീരിയറിലുള്ള ന്യൂക്ലിയോൺസിന് മാത്രം പോസിബിൾ ആയിട്ടുള്ളതാണ്. കാരണം ഇന്റീരിയർ ന്യൂക്ലിയോൺസിന് മാത്രമേ എന്ത് വരുന്നുള്ളൂ? 12 കണക്ഷൻ വരുന്നുള്ളൂ. സോ വോളിയം കാരണമാണ് നമുക്ക് ഈ ഒരു എനർജി കിട്ടുന്നത്. അതുകൊണ്ടാണ് വോളിയം എനർജി എന്നുള്ള ഒരു നെയിം കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ എക്സ്പെരിമെന്റലി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് EV is equal to AVA എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. where AV is the constant and from this EV is proportional to A. വോളിയം എനർജി മാസ് നമ്പറുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു A ആണ്. അപ്പൊ ഓരോരോ ടേംസിലും എനർജി ടേംസിലും എയുമായിട്ടുള്ള കണക്ഷൻ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് ഈസ് ദെയർ. ഈ ഒരു AV എന്ന് പറയുന്ന പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന്റെ വാല്യൂയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ബിക്കോസ് ഒറ്റ തവണ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് യൂസിങ് ദീസ് റിലേഷൻസ്, ഇതിൽ പക്ക വോളിയം എനർജിയുടെ റിലേഷൻ അല്ല, കുളുംബിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ യു ബെറ്റർ ടു ബൈ ഹാർട്ട് ദീസ് ന്യൂമറിക്കൽ വാല്യൂസ്. സോ AV is equal to 14.1 MeV. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് വോളിയം എനർജി. ഇതാണ് ബൈൻഡിങ് എനർജിയിൽ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വോളിയത്തിൽ മാത്രമല്ല പാർട്ടിക്കിൾസ് ഉള്ളത്, ന്യൂക്ലിയോൺസ് ഉള്ളത്. ഓഫ് കോഴ്സ് സർഫസിലും പാർട്ടിക്കിൾസ് ഉണ്ട്. അവരുടെ എനർജി നമ്മൾ സർഫസ് എനർജി എന്നാണ് വിളിക്കുന്നത്. സോ സർഫസ് ന്യൂക്ലിയോൺസ് ആർ നോട്ട് ബൗണ്ട് ആസ് ടൈറ്റ്ലി ആസ് ഇൻ ദി ഇന്റീരിയർ. ഹെൻസ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു 12 നിയറസ്റ്റ് പാർട്ടിക്കിൾസ്, നിയറസ്റ്റ് ന്യൂക്ലിയോൺസ് ആണ് ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോൺ ഉണ്ടാവുക. ബട്ട് സർഫസിലുള്ള ഒരാൾക്ക് അത്രയും 12 നമ്പർ ഉണ്ടാവില്ല. 12നേക്കാളും കുറവായിരിക്കും അവരെ കണക്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം അവർ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ 12 ആളുകളായിട്ട് ഇന്ററാക്ഷൻ എനർജി ഇല്ല. സോ ബൈൻഡിങ് എനർജി ഇസ് ലെസ്. അങ്ങനെ ബൈൻഡിങ് എനർജി റിഡ്യൂസ് ചെയ്യുന്ന ടേമുകൾ നമ്മൾ നെഗറ്റീവ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. വോളിയം എനർജി എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സോ ദാറ്റ് ഇസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, നൗ അപ്പൊ നമ്മള് സർഫസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഇസ് വാട്ട്? 4πr² അല്ലെ. സോ
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായി R is equal to R0 a power 1/3. So by substituting this equation, we will get 4 pi R0 square a power 2/3. So this is very important. Here surface area ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. That corresponds to നമുക്ക് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി ആണ് വേണ്ടത്. So that surface energy is denoted by the letter ES. That is equal to minus AS a power 2/3. Okay. So ആ ഒരു കണക്ഷൻ ആണ് നമ്മൾ അറിയേണ്ടത് കേട്ടോ. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ES is proportional to a power 2/3. സോ മാസ് നമ്പറിന്റെ 2/3 പവറിലാണ് ഡിപ്പെൻഡൻസ് വരുന്നത്. ഇനി AS നെഗറ്റീവ് ആണ് ബിക്കോസ് ബൈൻഡിങ് എനർജി ഇസ് ലെസ്. അത് ബൈൻഡിങ് എനർജി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ കോൺസ്റ്റന്റ് AS is equal to 13 MeV. ഓക്കെ, അതിൽ ഏകദേശം നമുക്ക് 14, 13, 15 റേഞ്ചിലാണ് കോൺസ്റ്റൻസുകൾ വരിക. ബട്ട് അങ്ങനെ അല്ലാത്തതാണ് കൂളുംബിക്കിലൊക്കെ. അതാണ് എന്താ പറയുക, നൈസായിട്ട് ഒന്ന് ഓർത്തിരിക്കേണ്ട പോർഷൻ അതാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് സർഫസ് എനർജി. ആൻഡ് വൺ മോർ തിങ് ഇസ് ദർ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ലാർജ് ന്യൂക്ലിയസ് ആണ് ഉള്ളതെങ്കിൽ സ്മോളർ പോർഷൻ ആയിരിക്കും എവിടെ ഉണ്ടാവുക? സർഫസിൽ ഉണ്ടാവുക. അതായത് സർഫസിനെയും ഇന്റീരിയറിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ലാർജ് ന്യൂക്ലിയൈ ആണെങ്കിൽ സർഫസ് ന്യൂക്ലിയോൺസ് ഇസ് ലെസ് ദാൻ ഇന്റീരിയർ ന്യൂക്ലിയോൺസ്. ആൻഡ് അതുപോലെ തന്നെ ലൈറ്റർ ന്യൂക്ലിയൈ ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കാം. സോ ലൈറ്റർ ന്യൂക്ലിയൈ എന്ന് പറയുമ്പോൾ ഇന്റീരിയറിൽ നമുക്ക് കുറച്ച് ആസ് കമ്പയർഡ് ടു ദിസ് ഹെവി ന്യൂക്ലിയസ് സർഫസ് പാർട്ടിക്കിൾസ് ആയിരിക്കും, സർഫസ് ന്യൂക്ലിയോൺസ് ആയിരിക്കും ഗ്രേറ്റർ ദാൻ ഇന്റീരിയർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ മിനിമം പൊട്ടൻഷ്യൽ എനർജി എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവർ സ്റ്റേബിൾ ആവുക. സോ മിനിമം പൊട്ടൻഷ്യൽ എനർജി ഇംപ്ലൈസ് മാക്സിമം ബൈൻഡിങ് എനർജി. ഓക്കെ,